യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. നമ്മൾ വായിച്ചതായ ഏറ്റവും ഒടുവിലത്തേത് വാക്യം ഇതാണ്. മൈക്ക് ഉപയോഗിച്ച് വായിക്കണം. ഞാനോ കുറയണം, അവനോ വളരെയണം. അപ്പോഴിവിടെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ വായിച്ച് കേട്ടത്. ഈ യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവനെ പ്രവാചകന്മാരിലെ ഒടുക്കത്തവനും അതുപോലെ തന്നെ സുവിശേഷ ന്മാരിലെ ആദ്യനുമായിരുന്നുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവൻ വെളിച്ചമായിരുന്നില്ല, എന്നാൽ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് കർത്താവിനാൽ നിയമിതനായ ഒരു ഭക്തനായ ദൈവത്തിന്റെ ശക്തനായ ദാസനായിരുന്നു എന്ന് യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അനേകായിരങ്ങളുടെ മനസ്സിലെ വാസ്തവത്തിലെ മാനസാന്തരത്തിന്റെ വിത്ത് വിതച്ചതായ ഒരു ഭക്തനായ ദൈവത്തിന്റെ ദാസനാണ് സക്കറിയ പുരോഹിതന്റെ മകനായിട്ട്, എലിസബത്തിന്റെ മകനായിട്ട് ജനിച്ചു. എന്നാൽ 17-ാമത്തെ വയസ്സില് താൻ മരുഭൂമിയിലേക്ക് ശുശ്രൂഷയ്ക്കായി കടന്നു പോകുന്നതായ ചരിത്രം നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു പുരോഹിത ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അന്നത്തെ കാലത്ത് അല്പം കൂടി ഈസിയാണ്. എന്നാൽ ഒരു മരുഭൂമിയിൽ പോയി ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ഒരു പുരോഹിതനായി താൻ തുടർന്നിരുന്നുവെങ്കിൽ കുപ്പായമൊക്കെ കിട്ടിയേനെയും ഏഫോദ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ആഹാരമൊക്കെ കഴിക്കാം, 10 പേര് തന്നെ ബഹുമാനിക്കുവാനും ഒക്കെ കാണും. എന്നാൽ അതെല്ലാം മാറ്റി വച്ചതിന് ശേഷം ഹല്ലേലൂയ ഒരു സക്കറിയ പുരോഹിതന് ശേഷം അടുത്തൊരു പുരോഹിതന് ആകേണ്ടതായ ഈ ചെറുപ്പക്കാരൻ 17 വയസ്സുള്ളതായ ആ ചെറുപ്പക്കാരന് മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ല അപ്പവും നല്ല ആഹാരമൊക്കെ കഴിക്കാം, എന്നാൽ അതിന് പകരം കാട്ടുതേനും ഹല്ലേലൂയ വെട്ടുക്കിളിയും ഭക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ ഉടനീളം കർത്താവിന്റെ ഒരു ശബ്ദമായിട്ട് കർത്താവിനെ പരിചയപ്പെടുത്തുന്നതായ അല്ലെങ്കിൽ അവന് മുന്നോടിയായി കടന്നു വന്നതായ യോഹന്നാനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ പ്രസംഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 2 വിഷയമായിരുന്നു പ്രത്യേകിച്ച് താൻ പ്രസംഗിച്ചത്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തന്റെ പ്രസംഗ വിഷയം ഇതായിരുന്നു: മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. നിങ്ങൾ മാനസാന്തരപ്പെടണം, എന്നാൽ ആ മാനസാന്തരം കൊണ്ട് ഒതുക്കി പോകരുത്. എന്നാൽ മാനസാന്തരം കൊണ്ട് അവിടം കൊണ്ട് നിങ്ങളുടെ ക്രിസ്തീയ ജീവൻ നിറത്തല്ലേ, എന്നാൽ മാനസാന്തരത്തിന് അനുയോഗ്യമായ ഫലം കായ്ക്കണമെന്നുള്ളതായ വലിയ ശബ്ദം താന് മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു. എന്നാൽ അതുപോലെ തന്നെ താന് വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. കാര്യം കപടഭക്തിക്കാരെയൊക്കെ കണ്ടുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 3-7 നമ്മൾ വായിക്കുമ്പോൾ പരീശന്മാരെയും സാദുക്യരെയൊക്കെ സർപ്പസന്തതികളെ എന്ന് വിളിക്കുവാനായിട്ട് ഒട്ടും മടിയില്ലായിരുന്നു യോഹന്നാൻ എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു പരീശന്മാരെയും സാദുക്യരെ കണ്ടിട്ട് പലപ്പോഴും യേശു പല ഭാഗത്ത് പല രീതിയിൽ അവരെ അഡ്രസ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെള്ളതേച്ച ശവക്കല്ലറുകളെ എന്ന് യേശു വിളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പരീശന്മാരെയും സാദുക്യരെയും സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് ശക്തമായി ദൈവത്തിന്റെ വചനം പറഞ്ഞതായ ദൈവദാസൻ, അതുപോലെ തന്നെ ആ പ്രസംഗം നാടുവാഴിയായ ഹേരോദാവിന്റെ കൊട്ടാരത്തിലും മുഴങ്ങി കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ അത് അവിടെ മുഴങ്ങി കേട്ടപ്പോൾ അവന്റെ ജീവിതം പോലും അപകടം ആയിത്തീരുവാനായിട്ട്, അവന്റെ ജീവിതം പോലും പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഈ യോഹന്നാന്റെ ശുശ്രൂഷയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു 31 വർഷം മാത്രമേ താൻ ഈ ലോകത്തിൽ ജീവിച്ചുള്ളൂ, പ്രവർത്തിച്ചുള്ളൂ എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ 31 വർഷം കൊണ്ട് വലിയവ കർത്താവിന് വേണ്ടി ചെയ്യുവാനായിട്ട് കർത്താവ് തന്നെ സഹായിച്ചു. ചിലപ്പോൾ ജീവിതത്തിന്റെ വലിയ ദൈർഘ്യത്തിലല്ല കർത്താവ് ചിലപ്പോൾ ഹല്ലേലൂയ ചിലർ ഉപയോഗിക്കുന്നത്. എന്നാൽ അധികം നാൾ താൻ ജീവിച്ചിരുന്നില്ല എങ്കിൽ തന്നെ ഒരു വലിയ ശുശ്രൂഷ ചെയ്തതിനു ശേഷം ആ സീനിൽ നിന്ന് മാറിപ്പോകുന്നതായ യോഹന്നാനെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആയുസിന്റെ ദൈർഘ്യത്തിലല്ല, എന്നാൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ആയുസ് എത്രയുണ്ടോ ആ ആയുസിൽ ചെയ്യുന്നതാണ് കർത്താവ് എന്നിൽ നിന്നും നിന്നിൽ നിന്നും ആഗ്രഹിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നു?
വിശ്വസിക്കുന്നവരുടെ കരങ്ങളിൽ നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ മലാക്കി മുതല് മത്തായിയുടെ സുവിശേഷം വരെ പഠിക്കുമ്പോൾ എന്തുവാണ് അവിടെ ഒരു സൈലന്റ് പീരീഡ് 400 വർഷം എന്തുവാണ് നിശബ്ദത കാലം എന്നാണ് പറയുന്നത്. സൈലന്റ് പീരീഡ് അവിടെ പ്രവചനം കേൾക്കുവാനില്ല, യാതൊരു ഭാഷണവും ഇല്ല, അതുപോലെ തന്നെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനില്ല, വലിയ ശുശ്രൂഷകളോ അല്ലെങ്കിൽ ആരാധനയോ ഒന്നും എന്തുവാണ് യാഗങ്ങളോ ഒന്നും നടക്കാത്തതായ ഒരു 400 വർഷക്കാലം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ മലാക്കി മുതല് മത്തായി വരെ അങ്ങനെയുള്ളതായ ഒരു കാലഘട്ടം കഴിഞ്ഞെന്തുവാണ് പെട്ടെന്ന് എന്തുവാണ് യോഹന്നാൻ സ്നാപകൻ ഒരു സീനിലേക്ക് വരികയാണ്. അല്ലെങ്കിൽ മലാക്കിയുടെ അല്ലെങ്കിൽ പുസ്തകത്തിലൊക്കെ പറഞ്ഞതായ രക്ഷകന് വഴി ഒരുക്കുവാൻ വേണ്ടി കടന്നു വരുന്നതായ യോഹന്നാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം, അപ്പോൾ തന്നെ അത് മനസ്സിലാകും. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് യോഹന്നാൻ സീനിലേക്ക് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13 മുതലുള്ളതായ വാക്യങ്ങൾ വായിക്കാം. ദൂതൻ അവനോട് പറഞ്ഞത്, സെക്കരിയാവേ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടേണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. സെക്കരിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തെന്നാൽ അറിയും? ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സു ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രായം ചെന്നതായ സെക്കരിയ പുരോഹിതന് തന്റെ ഭാര്യ അവർക്ക് ദൈവം ദൂതൻ കടന്നു വന്ന് ഇപ്പോഴെ അവരോട് സംസാരിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതായ വിഷയമാണ്. അതിന്മേൽ കർത്താവ് പ്രവർത്തിക്കുവാൻ പോകുന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോഴ് ഗബ്രിയേൽ കടന്നു വന്ന് സംസാരിക്കുമ്പോൾ സെക്കരിയാവിനും ചോദ്യമാണ്, ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ളതായ ചോദ്യമാണ്. എന്നാൽ അതിന് മറുപടി അവിടെ ഗബ്രിയേൽ കൊടുക്കാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തുവാണ്? യോഹന്നാന്റെ ഒരു വരവാണ് ഈ ലോകത്തിലേക്കുള്ളതായ. അതിനുശേഷം നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19 മുതൽ 25 വരെയുള്ള വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19 മുതലുള്ളതായ വാക്യങ്ങൾ. നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത് നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ, യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെ ആക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 3 മുതൽ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാവ് പ്രവചിച്ചതായ പ്രവചനം ഇവിടെ നിറവേറുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നീ ആരെന്ന് യോഹന്നാൻ ഒരു സീനിലേക്ക് കടന്നു വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈലന്റ് പീരീഡ്, നിശബ്ദത കാലം. പെട്ടെന്ന് സീനിലേക്ക് കടന്നു വന്ന് ഒരു വലിയ ശുശ്രൂഷ യോർദാന്റെ ആ ഭാഗങ്ങളിലെ മരുഭൂമിയിലെ ചെയ്തതായ വിളിച്ചു പറയുന്നതായ യേശുവിനെ പരിചയപ്പെടുത്തുന്നതായ യോഹന്നാനെ കാണുന്നു. അനേകര് ഈ യോഹന്നാനെ അനുഗമിക്കുവാനായിട്ട് തുടങ്ങി. അനേകര് യോർദാൻ നദിയിലെ സ്നാനം പെടുത്തുവാനായിട്ട് തുടങ്ങി. യേശു കർത്താവ് പോലും യോഹന്നാന്റെ കീഴിൽ സ്നാനമേറ്റുവെന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഈ ശുശ്രൂഷയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ചോദ്യമാണ്. എന്താണ് ചോദ്യം? എന്താണ് 19-ാം വാക്യത്തിൽ? നീ ആരെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരൂശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും 2 കൂട്ടരെ അയച്ചിരിക്കുകയാണ്, പുരോഹിതന്മാരെയും ലേവ്യരെയും. നിങ്ങളെ അവന്റെ അടുത്ത് കടന്നു ചെന്ന്, ഈ മരുഭൂമിയിൽ പ്രസംഗിക്കുന്നതായ യോഹന്നാന്റെ അടുത്ത് കടന്നു ചെന്ന് നിങ്ങൾ ചോദിക്കണം, ഇവൻ ആരെന്ന് ചോദിക്കണം. കാര്യമേ, ഇവരവിടെ ശുശ്രൂഷിക്കുന്നു, അനേകർ സ്നാനപ്പെടുന്നു, ഇവൻ ശക്തമായി എന്തുവാണ് വചനം വിളിച്ചു പറയുന്നു,
ഹല്ലേലൂയ അവന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ ആ പ്രത്യേകത ഇതോ അപ്പോഴേ ഇവർ കേട്ടിട്ടുണ്ട്, യേശു മശിഹയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇതൊക്കെ മശിഹ ആയിരിക്കുമെന്നുള്ളതായ ഒരു ചിന്ത അവർക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് ഈ പുരോഹിതന്മാരും ലേവ്യരും എന്തുവാണ് അയച്ചു ചോദിക്കുകയാണ്. അപ്പോഴേ ഇവിടെ യോഹന്നാൻ പറയാണ്, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റു പറഞ്ഞു. അപ്പോഴേ അവര് ചോദിക്കുന്നത്, നീ ക്രിസ്തുവാണോ, നീ മശിഹയാണോ? എന്നാൽ അവന് പറയാനുള്ളത്, ഞാൻ ക്രിസ്തുവല്ല. എന്നിട്ട് പറയാണ്, പിന്നെ എന്ത് നീ ഏലിയാവോ? അപ്പോഴേ ഇവർ ഏലിയാവിനെ കുറിച്ച് വളരെ കേട്ടിട്ടുണ്ട്. ഏലിയാവ് പഴയ നിയമത്തിലെ ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. അപ്പോഴേ ചിലപ്പോഴേ ഏലിയാവായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു. നീ ഏലിയാവോണെന്ന് ചോദിച്ചു. അപ്പോഴേ ഞാൻ ഏലിയാവ് അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും നമ്മൾ താഴോട്ട് വായിച്ചു കഴിയുമ്പോൾ, നീ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവനവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ചെന്ന് ഞങ്ങൾക്ക് ഉത്തരം പറയണം, നീ ആരാകുന്നുവെന്ന് പറയുവാൻ പറയുന്നു. എന്നാൽ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നിന്നെക്കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവാൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. ഞാൻ ക്രിസ്തുവല്ല, ഞാൻ മശിഹയല്ല, ഞാൻ ഏലിയാവല്ല, ഞാൻ മറ്റൊരു പ്രവാചകനല്ല. ഞാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിൻ്റെ ശബ്ദമായിട്ട് ഈ മരുഭൂമിയിൽ എന്നെ കർത്താവ് ഹല്ലേലൂയ പ്രവാചകൻ പറഞ്ഞത് അനുസരിച്ച് ഹല്ലേലൂയ വന്ന ഒരു വ്യക്തിയാണെന്ന് എന്തുവാണ് കൺഫസ് ചെയ്തതായ യോഹന്നാനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെ പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നു. നമ്മളെക്കുറിച്ചെല്ലാം ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് കർത്താവ് നമ്മളെ വിളിച്ചത് കർത്താവിന്റെ കാര്യങ്ങളിൽ നിന്ന് സ്തോത്രം ചെയ്യാട്ടെ. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാനെ ദൈവം വിളിച്ചു. അങ്ങനെ ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചു. തന്റെ ശുശ്രൂഷ എന്തുവാണ്? കർത്താവിനെ ഒന്ന് പരിചയപ്പെടുത്തുക. അതുമാത്രം. ഒരു ഇൻട്രൊഡക്ഷൻ. ഒരു പാസ്റ്റർ കടന്നു വന്ന് മറ്റൊരു പാസ്റ്ററെ എന്തുവാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്നാര് കടന്നു വന്ന് ഇപ്പോൾ പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ട് ആ പാസ്റ്റർ കടന്നുപോയി എന്തുവാണ് ഇരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എന്തുവാണ് കർത്താവ് എനിക്ക് എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ഹല്ലേലൂയ ചെരുപ്പിൻ്റെ വാറഴിപ്പാന് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ ശബ്ദമാണ്. അവരാണ് യഥാർത്ഥ വെളിച്ചം. ആ വെളിച്ചത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടി എന്തുവാണ് ഹല്ലേലൂയ പരിചയപ്പെടുത്തുന്നതായ ശുശ്രൂഷയാണ് വാസ്തവത്തിലെ യോഹന്നാൻ അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവന്റെ വിളിയോട് അവൻ വിശ്വസ്തരായിരുന്നു. ഇവിടെ നമ്മൾ 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ ഹല്ലേലൂയ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കോണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാനെ കർത്താവ് ഹല്ലേലൂയ ദൈവം വിളിച്ചതുപോലെ തന്നെ എന്നെയും നിന്നെയും കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവിനുണ്ട്. യോഹന്നാനെ എങ്ങനെ കടന്നു വന്ന് യേശുവിനെ പരിചയപ്പെടുത്തിയോ അതുപോലെ ഹല്ലേലൂയ നമ്മൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ യേശുവിനെ ഈ ദിവസങ്ങളിൽ പരിചയപ്പെടുത്തേണ്ടതായ ഒരു ശുശ്രൂഷ കർത്താവ് എനിക്കും നിനക്കും തന്നിട്ടുണ്ട്. നീ ചിലപ്പോൾ ഒരു പ്രീച്ചറല്ലായിരിക്കാം, നീ ചിലപ്പോൾ ഒരു സിംഗർ അല്ലായിരിക്കാം, നീ ഒരു പ്രവാചകനല്ലായിരിക്കാം, നിനക്ക് പ്രത്യേകമായ ചില കഴിവുകളൊന്നും ഇല്ലായിരിക്കാം. എന്നാൽ യേശുവിനെ എന്തുവാണ് ഹല്ലേലൂയ പരിചയപ്പെടുത്തുവാനായിട്ട് ആർക്കും സാധിക്കും. ഹല്ലേലൂയ. യോഹന്നാൻ എന്തുവാണ് യേശുവിനെ പരിചയപ്പെടുത്തുന്നതായ ആ ശുശ്രൂഷ ചെയ്ത് ആ സീനിൽ നിന്ന് മാറുന്നതായ യോഹന്നാനെയാണ് നമുക്ക് കാണുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞതായ, ഞാൻ രക്ഷിതമായി സ്വീകരിച്ചതായ, എന്നെ രക്ഷിച്ചതായ ഈ യേശുവിനെ ഞാൻ പരിചയപ്പെടുത്തുമെന്ന് എത്ര പേര് പറയും? ഇന്ന് വൽക്കാലം ഹല്ലേലൂയ എനിക്ക് നിനക്കും വലിയൊരു ചുമതലയുണ്ട്. യോഹന്നാന് കൊടുത്തതായ ചുമതല എന്തുവാണ്? യോഹന്നാൻ എന്തുവാണ് സ്വീകരിച്ചു, അത് ഏറ്റെടുത്തു, ആ ചുമതല താൻ നിർവഹിച്ചു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് എനിക്കും നിനക്കും ചില ചുമതല തന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ചുമതല എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കർത്താവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തണം, ജോലി ചെയ്യണം, വീട് വാങ്ങണം, കാർ വാങ്ങണം, ഇതെല്ലാം ആവശ്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മറന്നു പോകണ്ടാത്തതായ ഒരു യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യേശുവിനെ പരിചയപ്പെടുത്തുന്നത്. ഈ ദിവസങ്ങളിൽ എത്ര പേര് പറയും, എനിക്ക് കർത്താവ് ആയുസ് തരുന്നുവെങ്കിൽ, കർത്താവ് എനിക്ക് ആരോഗ്യം തരുന്നുവെങ്കിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ ആയിരിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ, ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ ഞാൻ യാത്ര
ചെയ്യുമ്പോൾ എന്റെ ഭവനത്തിനോ ഞാൻ എവിടെ താമസിക്കുന്നു ആ ഏരിയയില് എന്റെ ജോലി സ്ഥലങ്ങളില് ഹല്ലേലൂയ ഞാൻ എന്റെ കർത്താവിനെ പരിചയപ്പെടുത്തുന്നതിന് പറയും. യെസ്, എത്ര പേര് ആഗ്രഹിക്കുന്നു ഹല്ലേലൂയ നീ കർത്താവിനെ പരിചയപ്പെടുത്തുവാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ എന്തുവാണ് ഹല്ലേലൂയ എന്ത് സംസാരിക്കണം കർത്താവിന്റെ വായിൽ തരും. ഹല്ലേലൂയ 17ാമത്തെ വയസ്സിൽ എന്തുവാണ് ഹല്ലേലൂയ ശുശ്രൂഷ ഏറ്റെടുത്തുകൊണ്ട് പുരോഹിതനായി തുടരുവാനായിട്ട് വളരെ ഈസി ആയിരുന്നു. എന്നാൽ അത് വിട്ടതിന് ശേഷം എന്തുവാണ് മരുഭൂമിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവന്റെ വായിൽ എന്തുവാണ് കൊടുക്കേണ്ടത് ദൈവം കൊടുത്തു, അവനെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് കർത്താവ് പറയിപ്പിച്ചു. എന്നാൽ ഞാനിത് എന്തുവാണ് ഈ യേശുവിനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു കഴിയുമ്പോൾ എന്തുവാണ് നിന്റെ വായിൽ എന്തുവാണ് തരേണ്ടത് കർത്താവ് തരും. എത്ര പേരത് വിശ്വസിക്കുന്നു? നീ ബൈബിൾ കോളേജിൽ നിന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ കർത്താവിനെ പരിചയപ്പെടുത്തുവാനായിട്ട് നിന്റെ അനുഭവങ്ങളിലൂടെ നിന്നെ രക്ഷിതായ കർത്താവിനെ സാക്ഷിക്കുവാൻ സെമിനാറിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ സ്പെഷ്യൽ എന്തുവാണ് ഒന്നും പഠിക്കേണ്ടതായ ആവശ്യമില്ല. നിന്നെ രക്ഷിതായ, നിന്നെ നടത്തുന്നതായ, നിന്നെ പരിപാലിക്കുന്നതായ ഹല്ലേലൂയ ഹല്ലേലൂയ ആ കർത്താവിനെ പരിചയപ്പെടുത്തുവാനായിട്ട് ഹല്ലേലൂയ എനിക്ക് നിനക്കും സാധിക്കും. യോഹന്നാന് യേശുവിനെ പരിചയപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങളിൽ കർത്താവിന് നമ്മളായിരിക്കുന്നതായ മേഖലകളിൽ നമുക്ക് പരിചയപ്പെടുത്താം. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഈ യോഹന്നാനെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് വലിയ കർത്താവിനെ കുറിച്ച് ഒരു വലിയ വെളിപ്പാട് ഈ യോഹന്നാന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ദൈവത്തിന്റെ വചനം ഉടനീളം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യേശു ആരെ എന്നുള്ളതായ ഒരു വലിയ യാഥാർത്ഥ്യം എന്തുവാണ് യോഹന്നാൻ മനസ്സിലാക്കി. ഒന്നാമത് നമുക്ക് വായിക്കാം. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവമക്കളെ ചിന്തിക്കണം. ഒന്നാമത്തെ വെളിപ്പാട് യോഹന്നാന് ഒന്നാമത് കിട്ടിയ വെളിപ്പാട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം വായിക്കാം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ ദൈവത്തിന്റെ യേശു കർത്താവ് യേശു ക്രിസ്തു മശിഹ എന്തുവാണ് ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ് എന്നുള്ളതായ ഒരു വലിയ വെളിപ്പാട് ആർക്കുണ്ടായിരുന്നു? ഹല്ലേലൂയ യോഹന്നാനുണ്ടായിരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ആ ഒരു വലിയ വെളിപ്പാട് എനിക്ക് നിനക്കും ഈ ദിവസങ്ങളിൽ ഉണ്ടാകണം. നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ ആരാധനകളിലും ആരാധിക്കപ്പെടുവാനും ഉയർത്തപ്പെടുകയും ചെയ്യേണ്ടത് ഈ കുഞ്ഞാടാണ്. ഹല്ലേലൂയ വായിക്കാം 5-ാം അധ്യായം അതിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യം. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവിയുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000-1000-ഉം ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും അറുക്കപ്പെട്ട കുഞ്ഞാട്. നമ്മുടെ കുഞ്ഞാട് എന്തുവാണ്? എനിക്ക് നിനക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ഹല്ലേലൂയ യോഹന്നാൻ വിളിച്ചു. അപ്പോൾ യോഹന്നാന് ഈ കർത്താവിനെ കുറിച്ച് ഒരു വലിയ വെളിപ്പാടുണ്ടായിരുന്നു. ആ വെളിപ്പാട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ് കർത്താവ് എന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യം എന്തുവാണ് ഹല്ലേലൂയ യോഹന്നാന് മനസ്സിലായി. യോഹന്നാന് അതുകൊണ്ടാണ് യോഹന്നാൻ അത് വിളിച്ചു പറയുവാനായിട്ട് ഇടയായി തീർന്നത്. നമ്മളെ രക്ഷിച്ച നമ്മുടെ കുഞ്ഞാടിന് കരങ്ങളെടുത്ത് സ്തോത്രം ചെയ്യട്ടെ. ആ കുഞ്ഞാടിന്റെ രക്തമാണ് നമ്മളെ കഴുകിയത്. ആ കുഞ്ഞാടിന്റെ നാമത്തിൽ നമ്മളെ കടന്നു വന്നിരിക്കുന്നത്. ആ കുഞ്ഞാട് നമ്മളെ വിടുവിച്ചു. ഹല്ലേലൂയ അവന്റെ രക്തം കൊടുത്ത് ഹല്ലേലൂയ അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആ കുഞ്ഞാട് നമ്മുടെ പാപത്തെ ചുമന്നതിനായി നമുക്ക് കരങ്ങളിൽ നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ ഒന്നാമത്തെ വെളിപ്പാട് എന്തുവായിരുന്നു? ഹല്ലേലൂയ ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളതായ ആ വലിയ വെളിപ്പാട്. ഹല്ലേലൂയ അതുപോലെ രണ്ടാം നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 34-ാം വാക്യം. മറ്റൊരു വെളിപ്പാട് യോഹന്നാന് ലഭിച്ചു. ഒന്ന് വായിച്ചാട്ടെ. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവൻ ദൈവ പുത്രൻ അല്ലെങ്കിൽ യേശു ദൈവ പുത്രൻ എന്നുള്ളതായ ആ ഒരു വെളിപ്പാട് യോഹന്നാൻ ലഭിക്കാനിടയായി തീർന്നു. അപ്പോൾ ഹല്ലേലൂയ യേശു ആരുടെ പുത്രൻ? ദൈവത്തിന്റെ
പുത്രനാണ് എന്നുള്ളതായ ആ വലിയ വെളിപ്പാട് യോഹന്നാൻ ഉണ്ടായി. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? 1:34 അങ്ങനെ ഞാൻ കാണുകയും ഹല്ലേലൂയ ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ അവിടെ പറയാണ് അവൻ ദൈവപുത്രൻ എന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 3:16-17 നമ്മൾ വായിക്കുമ്പോൾ യേശു സ്നാനപ്പെട്ടുടനെ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ യേശു അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളതായ ആ വലിയ വെളിപ്പാട് യോഹന്നാന് ഹല്ലേലൂയ തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.